അമർ ഹോസ്പിറ്റൽ ഉടമ ഡോക്ടർ പി രാധാകൃഷ്ണൻ നായർ രചിച്ച ആത്മകഥ മുള്ളുകൾക്കിടയിലൂടെ ഒരു ഗൈനക്കോളജിസ്റ്റ് അതിജീവന കഥ എന്ന ഗ്രന്ഥത്തിന്റെ പ്രകാശനം ആറ്റിങ്ങൽ പൂജ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്നു. ഞാൻ ജീവിച്ച ആദ്യ 5 പതിറ്റാണ്ട് കാലം 5 ദേശങ്ങളായി. ആ 5 ദേശങ്ങളിലെയും 5 പതിറ്റാണ്ടിന്റെ കഥകളാണ് ഞാൻ ആറ്റിങ്ങൽ വരുന്നതിന് മുമ്പുള്ള കഥയാണ് ഈ പുസ്തകത്തിൽ നിങ്ങളുടെ കഥ. ഇതിൽ എന്നോടൊപ്പം ചേർത്ത് ഒരുപാട് പേരുടെ കഥകളുണ്ട്. സ്നേഹിച്ചവരെയും വേദനിപ്പിച്ചവരുടെയും കുറച്ചുപേരുടെ കഥകളുണ്ട്. സ്നേഹിച്ചവരെയും വേദനിപ്പിച്ചവരെയും ഒരുപാട് പേരുടെ കഥകൾ ഇതിനകത്തില്ല. എല്ലാം കൂടെ എഴുതാനാണെങ്കിൽ എനിക്ക് 1 ലക്ഷക്കണക്കിന് സുഹൃത്തുക്കളോട് കൂടുതലാണ്. അങ്ങനെ ഒത്തിരി പേരുമായിട്ട് എനിക്ക് അടുത്ത ബന്ധമുണ്ട്. അവരെല്ലാം കഥയിലെ പാത്രങ്ങളാക്കി കഴിഞ്ഞാൽ ഈ കഥ രാമായണം പോലെയോ അല്ലെങ്കിൽ മഹാഭാരതം പോലെ കിട്ടുപോകും. അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് വലിയ ഒഴിവാക്കും. പ്രഭാത് ബുക്ക് ഹൗസ് ചെയർമാൻ സി ദിവാകരന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ ഡോക്ടർ ജോർജ് ഓണക്കൂർ, ഡോക്ടർ മോഹൻ കുന്നുമല്ലൻ നൽകി ഗ്രന്ഥം പ്രകാശനം ചെയ്തു. ഈ പുസ്തകത്തെ കയ്യിൽ എടുക്കുമ്പോൾ വലിയ ഒരു മനുഷ്യനെ നാം ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഈ പുസ്തകം ആദ്യന്തം വായിക്കുന്നതിന് 3 പകലിരവുകൾ മാറ്റിവെച്ച ഒരു വ്യക്തിയാണ്. കാരണം വായിച്ചു തുടങ്ങിയപ്പോൾ ഇത് മുഴുവൻ നിഷ്ഠയോടുകൂടി വായിക്കണം എന്ന ബോധം എനിക്ക് ഉണ്ടായി. അങ്ങനെ നമ്മെ പ്രചോദിപ്പിക്കുന്ന അനേകം പുസ്തകങ്ങൾ ഇക്കാലത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം ആണ്. ഈ പുസ്തകം ചരിത്രമാണ്. ഒരു വലിയ മനുഷ്യൻ്റെ വലിയവനായിത്തീർന്ന അല്ലെങ്കിൽ ഉയരങ്ങളിലേക്ക് വളർന്ന, അതിൽ രാധാകൃഷ്ണൻ നായരെ കാണുമ്പോഴും നമുക്ക് അറിയാം, ഉയരങ്ങളിലേക്ക് വളർന്ന ഇവിടുത്തെ ഏറ്റവും അതികായൻ എന്ന് പറയാവുന്ന വിധത്തിൽ നമ്മുടെ എല്ലാം ഒപ്പം നിന്ന് തല ഉയർത്തി നിൽക്കുന്ന ഡോക്ടർ പി രാധാകൃഷ്ണൻ നായർ, ആ വലിയ മനുഷ്യൻ്റെ ജീവിതം ഒരു ചരിത്രം ആണ് എന്ന് ഈ പുസ്തകം നമ്മോട് പറയുന്നു. ആ ചരിത്രത്തെ ഒരു കഥയായി എങ്ങനെ ഹൃദയസ്പർശിയാക്കാം എന്ന് എഴുത്ത് നമ്മെ ബോധിപ്പിക്കുന്നു. മുള്ളുകൾക്കിടയിലൂടെ സഞ്ചരിച്ച വളർന്ന ഒരു വലിയ വൃക്ഷം പോലെ നിൽക്കുന്ന, ആദ്യം ഒരു ചെറിയ ചെടി, അത് വളർന്ന് ഉയരങ്ങളിലെത്തി നിൽക്കുന്ന ഡോക്ടർ പി രാധാകൃഷ്ണൻ നായർ. ഓണക്കൂർ സാറ് പറഞ്ഞതുപോലെ ജീവിതത്തിൻ്റെ എല്ലാ മുള്ളുകളുടെ ഇടയിലും കൂടെയാണ് അദ്ദേഹം വന്നത് എന്നെനിക്കറിയില്ലായിരുന്നു. ഇപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ മുള്ളുകളുടെ ഇടയിലൂടെ വന്ന ഒരു റോസാപ്പൂവാണ് രാധാകൃഷ്ണൻ. രാധാകൃഷ്ണൻ ഒരു കഥാപാത്രം മാത്രമേ ആകുന്നുള്ളൂ, പക്ഷേ ഇത് ഈ നാടിൻ്റെ ചരിത്രമാകും. വളരെയധികം ബുദ്ധിമുട്ടുകളിലൂടെയാണ് രാധാകൃഷ്ണൻ കടന്നു പോയത് എന്ന് നമുക്കറിയാം. അത്തരം ബുദ്ധിമുട്ടുകൾ നമുക്ക് എല്ലാവർക്കും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനകത്തുള്ള ഏറ്റവും പ്രസക്തമായ കാര്യം അതിനെ അതിജീവിച്ചു എന്നുള്ളതാണ്. അതിജീവിക്കാനുള്ള ഏറ്റവും വലിയ ഊർജം ഈ പുസ്തകത്തിലുണ്ട്. എൻ കെ പ്രേമചന്ദ്രൻ എം പി, ബിജു MLA, കുമ്മനം രാജശേഖരൻ, എസ് കുമാരി, KN ആനന്ദകുമാർ, ഉണ്ണി ആറ്റിങ്ങൽ, ഡോക്ടർ SD അനിൽകുമാർ, രാധാകൃഷ്ണൻ കുന്നുംപുറം, S ഹനീഫ റാവുത്തർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ഡോക്ടർ രാധാകൃഷ്ണന്റെ അസാധാരണമായ അനുഭവങ്ങളും ആ അനുഭവങ്ങളിലൂടെയുള്ള തൻ്റെ ജീവിതയാത്രയും ആ യാത്രയിൽ കണ്ടുമുട്ടിയ മനുഷ്യരും അവരുടെ സ്നേഹവും ബന്ധങ്ങളും സമൂഹവും ഔദ്യോഗിക ജീവിതവും അനൗദ്യോഗിക ജീവിതവും കുടുംബജീവിതവും കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളും എല്ലാം നിറഞ്ഞ് ഒഴുകുന്ന ഒരു നദി പോലെയാണ് ഈ ആത്മകഥ വായിച്ചപ്പോൾ എനിക്ക് തോന്നി. ഞാനതിന് 2-3 ദിവസം എൻ്റെ രാത്രി ഇതിനു വേണ്ടി വിനിയോഗിച്ചു. രാധാകൃഷ്ണൻ്റെ വലിയ നിർബന്ധമാണ്, ഞാൻ എല്ലാം മുഴുവൻ വായിച്ചേ പറ്റുള്ളൂ. ആ നിർബന്ധത്തിന് വഴങ്ങി വായിച്ചപ്പോൾ എനിക്ക് തോന്നി വായിക്കാതെ പോയെങ്കിൽ ഒരുപക്ഷെ മോശമായി പോയി. ഈ രാധാകൃഷ്ണൻ നിങ്ങൾ കാണുന്ന രാധാകൃഷ്ണൻ അല്ല ഈ പുസ്തകത്തിൽ. വേറൊരു രാധാകൃഷ്ണൻ അതിനകത്തുണ്ട്. അത് നിങ്ങൾ കണ്ടുപിടിച്ചോളാം. ആറ്റിങ്ങൽ.